അൽഹംദുലില്ലാ, നല്ല കുടംപുളിയിട്ട ചൂരക്കറിയും നല്ല ചെങ്കലവ മീൻ പുളി വെച്ചതും ഇവിടെ റെഡിയായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് നല്ല കുടംപുളിയിട്ട ചെങ്കലവ കറിയും നല്ല ചൂരമീൻ കറിയും ഉണ്ടാക്കിയാലോ? അപ്പോൾ ചട്ടി അടുപ്പി വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കിയപ്പോൾ ഉലുവയും കരിവേപ്പിലയും സവാളയും ചെറിയുള്ളി ഇട്ട് കൊടുക്കുകയാണ്. സവാളയും ചെറിയുള്ളിയും ഇത് വഴണ്ട് വന്നപ്പോൾ നമ്മളതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. എണ്ണയിൽ കിടന്ന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മൂത്ത് വന്നപ്പോൾ നമുക്കതിലേക്ക് അരച്ച് വെച്ച തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശകലം കുറവാണെന്ന് തോന്നുന്നു. കുറച്ച് ഉപ്പ് കൊടുക്കാം. ഇപ്പം കറി ഒരുവിധം നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചേക്കാം. അപ്പം കറി തിളക്കും. 5 മിനിറ്റ് അടച്ചു വെച്ച് അപ്പോൾ കറി തിളച്ച് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മീൻ 5 മിനിറ്റ് കഴിഞ്ഞ് അതിൽ കുറച്ച് വെന്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് തല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തല ഇട്ട് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും, വെന്തുടഞ്ഞു പോകും. ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയി. അപ്പോൾ നമുക്ക് കറി തുറന്ന് നോക്കാം. അപ്പോൾ കറി നല്ല റെഡിയായി വന്നേക്കാണ്. അപ്പോൾ 2 കറി വയ്ക്കുന്നത് കൊണ്ട് ഇപ്പം കടു താളിക്കുന്നില്ല. അപ്പം 2 കൂടെ ഒത്ത് താളിക്കാം. അപ്പം നമ്മൾ ചൂരക്കറി റെഡിയാക്കാൻ പോവുകയാണ്. ചട്ടി അടുപ്പി വെച്ച് എണ്ണ ചൂടായപ്പോൾ ഉലുവയും കറിവേപ്പിലയും സവാളയും ചെറിയുള്ളിയും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സവാള വഴണ്ടി വന്നപ്പോൾ നമ്മളതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടെ നല്ല ഇളക്കി വെക്കണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് അരച്ചു വെച്ചേക്കുന്ന തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശകലം കുറവാണെന്ന് തോന്നുന്നു. കുറച്ച് ഉപ്പ് കൊടുക്കാം. ഇപ്പം കറി ഒരുവിധം നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചേക്കാം. അപ്പം കറി തിളക്കും. 5 മിനിറ്റ് അടച്ചു വെച്ച് അപ്പോൾ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒക്കെ റെഡിയാണ്. ഇറക്കുന്നതിന് മുമ്പേ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം.
കായപ്പൊടി ഇട്ട് അപ്പം ചൂരക്കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് രണ്ട് കറിയിലും കടുക് താളിക്കണം. അപ്പോൾ ചൂരക്കറിയിലേക്കും കിളിമീൻ കറിയിലേക്കും നമ്മൾ കടുക് താളിച്ചു കൊടുക്കുകയാണ്.